നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാരുദ്രയജ്ഞത്തിന് തുടക്കമായി. വടക്കൻ കേരളത്തിൽ അതിരുദ്ര മഹായജ്ഞം സമ്പൂർണ്ണമായി നടക്കാൻ പോകുന്ന ഏക ക്ഷേത്രമെന്ന ഖ്യാതി ഇനി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സ്വന്തം. കണ്ണൂർ ലഹരിയുടെ പിടിയിൽ. ഇന്ന് പിടിച്ചെടുത്തത് മെത്തഫിറ്റമിനും ഹാഷിഷും. ഒരാൾ അറസ്റ്റിൽ. കാപ്പ ചുമത്തി 3 യുവാക്കളെ നാടുകടത്തി. യുവാക്കൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ. പിണറായി പെരുമ കലാകേന്ദ്രത്തിൽ മാസ്റ്റേഴ്സ് ശില്പശാല സംഘടിപ്പിക്കുന്നു. ഇതോടെ ഉത്തര മലബാറിലെ നൃത്ത വിദ്യാർത്ഥികൾക്ക് കലാമണ്ഡലത്തിന് കീഴിൽ പഠിക്കാനുള്ള അവസരം ലഭ്യമാകും. വാർത്തകൾ വിശദമായി. കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിൽ 11ാമത് മഹാരുദ്രയജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി കരുമാരിലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെയും യജ്ഞാചാര്യൻ കിഴിയടൻ രാമൻ നമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഒക്ടോബർ 31 മുതൽ നവംബർ 11 വരെയാണ് മഹാരുദ്രയജ്ഞം നടക്കുക. യജ്ഞത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങളും പൂർത്തീകരിച്ചതായി യജ്ഞസമിതി ഭാരവാഹിയായ PC ദിനേശൻ അറിയിച്ചു. 2012 നടന്ന അതിബൃഹത്തായ ചരിത്ര പ്രാധാന്യമുള്ള അതിരുദ്ര മഹായജ്ഞത്തിന് ശേഷം തുടർച്ചയായി നടക്കുന്ന മഹാരുദ്ര യജ്ഞങ്ങളുടെ സമാപന മഹാരുദ്രയജ്ഞമാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. 11ാമത് മഹാരുദ്രയജ്ഞം ഈ യജ്ഞഭൂമിയിൽ ഇന്ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ചു. ഏകാദശ രുദ്ര ധാര എന്ന ചടങ്ങ് നടന്നു. ഇനി നാളെ മുതൽ രാവിലെ 5:30 മണിക്ക് ഈ യജ്ഞവേദിയിൽ വെച്ച് തന്ത്രി ബ്രഹ്മശ്രീ കരുമാരത്തില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെയും യജ്ഞാചാര്യൻ ഗുരുവായൂർ കിഴിയടം രാമൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് നാളെ മുതൽ ചടങ്ങുകൾ നടക്കുക. രാവിലെ ശ്രീരുദ്ര പൂജ, കലശപൂജ, ശ്രീരുദ്ര ഹോമം, അത് കഴിഞ്ഞിട്ട് ഭഗവാന് കയത്തൂർ കാളിയറപ്പന് രുദ്രാഭിഷേകം നടക്കും. അതിനുശേഷം ഉച്ചപൂജയാണ്. വൈകുന്നേരം എല്ലാ ദിവസവും ഈ യജ്ഞമണ്ഡപത്തിൽ വെച്ച് ഭഗവതി സേവ നടക്കുന്നുണ്ട്. 2012 നടന്ന അതിരുദ്ര മഹായജ്ഞത്തിന്റെ തുടർച്ചയായി കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹാരുദ്രയജ്ഞങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള 11ാമത് മഹാരുദ്രയജ്ഞത്തിന് ക്ഷേത്രം തന്ത്രി കുമാരനില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും യജ്ഞാചാര്യൻ കിഴിയേടം രാമൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഒക്ടോബർ 31 മുതൽ നവംബർ 11 വരെയാണ് മഹാരുദ്രയജ്ഞം നടക്കുക. ഈ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും മറ്റു ചടങ്ങുകളും നടക്കും. വടക്കൻ കേരളത്തിൽ അതിരുദ്ര മഹായജ്ഞം സമ്പൂർണ്ണമായി നടത്താൻ പോകുന്ന ഏക ക്ഷേത്രമാണിത്. നവംബർ 1 മുതൽ 10 വരെ രാത്രി 7:30 നടരാജ മണ്ഡപത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. കാടാച്ചിറയിൽ വെച്ച് നടന്ന കണ്ണൂർ സൗത്ത് ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളകളിൽ വിജയിച്ച പ്രതിഭകളെ ആനയിച്ചുകൊണ്ട് തോട്ടട വെസ്റ്റ് UP സ്കൂൾ PTAയുടെ നേതൃത്വത്തിൽ തോട്ടട ടൗണിൽ വിജയ റാലി നടത്തി. അധ്യാപകർക്കായി നടത്തിയ ടീച്ചിംഗ് എയ്ഡ് നിർമ്മാണ മത്സരത്തിൽ തുടർച്ചയായ 10ാം തവണയും ഹെഡ്മാസ്റ്റർ KC ഗിരീഷ് ബാബു 1ാം സ്ഥാനം നിലനിർത്തി. സയൻസ് മേളയിൽ 1ാം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിൽ 2ാം സ്ഥാനവും സാമൂഹ്യശാസ്ത്ര IT മേളകളിൽ 3ാം സ്ഥാനവും വിദ്യാലയം കരസ്ഥമാക്കി. ഹെഡ്മാസ്റ്റർ KC ഗിരീഷ് ബാബു, K പ്രസീത, സുജല ദാമോദരൻ, ഐറിഷ്, PTA പ്രസിഡന്റ് KP വഹീദ, സുബിത, വിനീത മാസ്റ്റർ, സിറിൽ മാസ്റ്റർ, വൈശാൽ മാസ്റ്റർ, സിതാര ടീച്ചർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ 11ാം സംസ്ഥാന സമ്മേളനം നവംബർ 3, 4, 5 തീയതികളിൽ കണ്ണൂർ ജവഹർ ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 3 രാവിലെ 10 ഫോട്ടോ പ്രദർശനം പ്രശസ്ത സാഹിത്യകാരൻ T പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. പത്രക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നു എന്നുള്ള പ്രചരണം ഉണ്ടെങ്കിലും മാറി മാറി വരുന്ന സർക്കാരുകൾ മാധ്യമപ്രവർത്തകരോട് അവഗണനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെൻഷന്റെ കാര്യം തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 15,000 രൂപയാണ് പ്രതിമാസ പെൻഷൻ.
അവർ അംശാദായമൊന്നും കൊടുക്കുന്നുമില്ല. 4-ാം തീയതി വൈകിട്ട് 3-ന് മാധ്യമ വിശ്വാസ്യത എന്ന പേരിൽ മാധ്യമ സെമിനാർ നടക്കും. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ തോമസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7-ന് നൃത്യസന്ധ്യ അരങ്ങേറും. ഒക്ടോബർ 5 ഞായറാഴ്ച രാവിലെ 10-ന് മന്ത്രി GR അനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കെ സുധാകരൻ MP മുഖ്യ അതിഥിയാവും. വൈകിട്ട് 5-ന് സമാപന സമ്മേളനം രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. മാധ്യമരംഗത്തെ പ്രതിസന്ധികളെക്കുറിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ പെൻഷൻ, ആശ്രിത പെൻഷൻ എന്നിവ ലഭിക്കാത്തതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. വാർത്താസമ്മേളനത്തിൽ KP വിജയകുമാർ, K വിനോദ് ചന്ദ്രൻ, A മാധവൻ, P ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 39ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ DCC ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വം ഈ രാജ്യത്തെ ലോകരാജ്യത്തിന് സാധിക്കും. ഇന്നത്തെ കാലഘട്ടവും എടുത്ത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനം മുൻ MLA പ്രൊഫസർ AD മുസ്തഫയും VV പുരുഷോത്തമനും അനുസ്മരണ പ്രഭാഷണം നടത്തി. നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ ഇന്ദിരാ പ്രിയദർശിനിയുടെ 39ാം രക്തസാക്ഷി ദിനത്തിലാണ് നാം എത്തിനിൽക്കുന്നത്. 3ാമത്തെ പ്രധാനമന്ത്രി നിശ്ചയദാർഢ്യത്തിന് ഏറ്റവും ശക്തമായ നേതാക്കളായ TO മോഹനൻ, K പ്രമോദ്, സുരേഷ് ബാബു എളിയാവൂർ, അമൃത രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് റഷീദ് കവായി, VP അബ്ദുൾ റഷീദ്, MP വേലായുധൻ, CV സന്തോഷ്, CT ഗിരിജ, ശ്രീജ മഠത്തിൽ, രജിത് നാറാത്ത്, T ജയകൃഷ്ണൻ, കായക്കുൾ രാഹുൽ, കൂക്കുരി രാജേഷ്, കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാരുദ്രയജ്ഞത്തിന് തുടക്കമായി. വടക്കൻ കേരളത്തിൽ അതിരുദ്ര മഹായജ്ഞം സമ്പൂർണ്ണമായി നടക്കാൻ പോകുന്ന ഏക ക്ഷേത്രം എന്ന ഖ്യാതി ഇനി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സ്വന്തം. കണ്ണൂർ ലഹരിയുടെ പിടിയിൽ. ഇന്ന് പിടിച്ചെടുത്തത് മെത്തഫിറ്റമിനും ഹാഷിഷും. ഒരാൾ അറസ്റ്റിൽ. കാപ്പ ചുമത്തി 3 യുവാക്കളെ നാടുകടത്തി. യുവാക്കൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ. പിണറായി പെരുമ കലാകേന്ദ്രത്തിൽ മാസ്റ്റേഴ്സ് ശില്പശാല സംഘടിപ്പിക്കുന്നു. ഇതോടെ ഉത്തര മലബാറിലെ നൃത്ത വിദ്യാർത്ഥികൾക്ക് കലാമണ്ഡലത്തിന് കീഴിൽ പഠിക്കാനുള്ള അവസരം ലഭ്യമാകും. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധനാ ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധനാ ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹിൽ ആൻഡ് മാലിയ, കുവൈറ്റ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
Orikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, Embo Road, Thrissur. മെത്താഫിറ്റമിനും ഹാഷിഷുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. തയ്യിൽ സ്വദേശി മുഹമ്മദ് സഫീറാണ് 14.541 ഗ്രാം മെത്താഫിറ്റമിനും 1.22 ഗ്രാം ഹാഷിഷുമായി പിടിയിലായത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് എക്സൈസ് ഇൻസ്പെക്ടർ സിനു കോയിലത്തും സംഘവും നടത്തിയ തിരച്ചിലാണ് പ്രതി പിടിയിലായത്. കണ്ണൂർ റേഞ്ച് എക്സൈസ് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സിനു കോയിലിയത്തും സംഘവും തയ്യിൽ കുറുവ റോഡിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് തയ്യിലിൽ വെച്ച് മെത്താഫിറ്റമിനും ഹാഷിഷുമായി സഫീർ സിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൈവശം 14.541 ഗ്രാം മെത്താഫിറ്റമിനും 1.220 ഗ്രാം ഹാഷിഷും ഉണ്ടായിരുന്നു. മയക്കുമരുന്നുകൾ തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസും കണ്ടെടുത്തു. കണ്ണൂർ ടൗൺ ഭാഗത്ത് മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ മുഹമ്മദ് സഫീർ. തൊണ്ടിമുതലും കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. മയക്കുമരുന്ന് കണ്ടെടുത്ത സംഘത്തിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷമീന MP, ഷൈമ KV, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിഖിൽ P, അനീഷ് T, ഗണേഷ് ബാബു, സജിത് M, രഞ്ജിത് കുമാർ, സീനിയർ എക്സൈസ് ഡ്രൈവർ അജിത് C, പ്രിവന്റീവ് ഓഫീസർ സർവജ്ഞൻ MP എന്നിവരും ഉണ്ടായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാക്കളെ കാപ്പ ചുമത്തി നാടുകടത്തി. പാനൂർ സ്റ്റേഷൻ പരിധിയിലെ അമൽരാജ്, കൂത്തോർമ്പ് സ്റ്റേഷൻ പരിധിയിലെ സായൂജ്, പടുവുലായിലെ ഹർഷിൻ ഹരീഷ് എന്നിവരെയാണ് നാടുകടത്തിയത്. ഇവർക്കെതിരെ തടഞ്ഞു നിർത്തിയ ദേഹോദ്രവം ഏൽപ്പിച്ചതിനും കൊലപാതക ശ്രമം, സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യൽ എന്നിങ്ങനെ നിരവധി കേസുകൾ നിലവിലുണ്ട്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPSന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും കണ്ണൂർ റേഞ്ച് DIGയുടെ ഉത്തരവ് പ്രകാരവുമാണ് നാടുകടത്തൽ നടപടി. ഇയാൾക്കെതിരെ പാനൂർ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും കൂട്ടുകച്ചവടം നടത്തിയതിനും പള്ളൂർ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും 3 കേസുകൾ നിലവിലുണ്ട്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPSന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ റേഞ്ച് DIGയുടെ ഉത്തരവ് പ്രകാരവുമാണ് നാടുകടത്തൽ നടപടി. കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിനും ജില്ലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും ഇയാളെ 1 വർഷത്തേക്ക് തടഞ്ഞുകൊണ്ടാണ് ഉത്തരവായത്. ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചാൽ റിമാൻഡ് ചെയ്യുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. നിരന്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നവർക്കെതിരെയും ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് തടസ്സം നിൽക്കുന്നവരെയും നിരീക്ഷിച്ച് കണ്ണൂർ സിറ്റി പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ വൈദ്യുതി ഭവന് മുന്നിൽ ധർണ നടത്തി. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വൈദ്യുത മേഖല എന്നത് ഇന്ന് പവർ കട്ടില്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊന്നായിട്ട് ഇന്ന് വൈദ്യുത രംഗം മാറി. ആ മാറുന്നതിൽ വൈദ്യുത മേഖലയിലെ ജീവനക്കാർക്കും വലിയ പങ്ക് ആ മേഖലയിലുണ്ട്. വൈദ്യുത മേഖലയെ സ്വകാര്യവൽക്കരണം നയിക്കുന്നത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല. പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിൽ KSEBയുടെ സംസ്ഥാന സർക്കാരിന്റെയും വിഹിതം ഉറപ്പുവരുത്തുക, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയിൽ നിന്നും മാസ്റ്റർ ട്രസ്റ്റിലേക്കുള്ള വിഹിതം തുടർന്നും നൽകുക, ആരോഗ്യ ഇൻഷുറൻസ് ചികിത്സാ സഹായ പദ്ധതി പരിരക്ഷ ഉറപ്പിക്കുന്ന ചികിത്സാ സഹായ പദ്ധതി KSEBയിലും നടപ്പിലാക്കുക, കുടിശ്ശികയായ ക്ഷാമബത്ത അനുവദിക്കുക, സംസ്ഥാന സർക്കാരിനെ ഞെരുക്കുന്ന കേന്ദ്ര സാമ്പത്തിക നയം പിൻവലിക്കുക, വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യം താമസം കൂടാതെ നൽകുക, കേന്ദ്ര വൈദ്യുതി ബില്ല് പിൻവലിക്കുക, വൈദ്യുതി രംഗത്തെ സ്വകാര്യവൽക്കരണ ശ്രമം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. K. പവിത്രൻ, A. സമീർ, K. അരവിന്ദ് കുമാർ, K. ദിനേശൻ, K. സീന എന്നിവർ നേതൃത്വം നൽകി. M. രാജൻ ലൂയിസ് അധ്യക്ഷത വഹിച്ചു. K. പുരുഷോത്തമൻ, V. ഉദയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ കണ്ടോൺമെന്റിൽ ആർമി യൂണിറ്റും കണ്ടോൺമെന്റ് ബോർഡും സംയുക്തമായി യൂണിറ്റി റൺ സംഘടിപ്പിച്ചു. ഒക്ടോബർ 31 രാവിലെ 7 മണിക്ക് കണ്ടോൺമെന്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് DSC മലബാർ ഗേറ്റ് വരെയും തിരിച്ചുമാണ് റൺ സംഘടിപ്പിച്ചത്. കണ്ടോൺമെന്റ് CEO മാധവി ഭാർഗവ യൂണിറ്റി റൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. രാവിലെ 7 മണിക്ക് കണ്ടോൺമെന്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് DSC മലബാർ ഗേറ്റ് വരെയും തിരിച്ചുമാണ് റൺ സംഘടിപ്പിച്ചത്. കണ്ടോൺമെന്റ് ബോർഡ് ജീവനക്കാർ, മിലിറ്ററി ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ, NCC കേഡറ്റുകൾ, ആർമി സ്കൂൾ, കേന്ദ്രീയ വിദ്യാലയം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, റെക്കോർഡ് ഓഫീസ്, മിലിറ്ററി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങി ഒട്ടേറെ പേർ യൂണിറ്റി റണ്ണിൽ പങ്കെടുത്തു. കണ്ടോൺമെന്റ് CEO മാധവി ഭാർഗവ യൂണിറ്റി റൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. KC ദാസൻ, നിഖിൽ ദിനേശ് എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള 426 ഫീൽഡ് കമ്പനി 12 എഞ്ചിനീയർ റെജിമെന്റ് എക്സ് സർവീസ്മെൻ കുടുംബസംഗമം കണ്ണൂർ ബ്രോഡ്വീനിൽ നടന്നു. റിട്ടയർഡ് ബ്രിഗേഡിയർ SBS ലീഡർ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് മേജർ രംഗ്ചന്ദ്, PV ഗോപാലൻ, PN രവികുമാർ, രമേശൻ ചന്ദ്രോത്ത്, OR സത്യൻ, AK മോഹനൻ, പളനിയപ്പൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന പൗരന്മാരെയും ആദരിച്ചു. അതിനുശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.
കണ്ണൂർ കോർപ്പറേഷന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് മാർച്ച് പഴയ ബസ് സ്റ്റാൻഡ് വഴി കോർപ്പറേഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. CITU സിന്ദാബാദ്. CITU സിന്ദാബാദ്. കണ്ണൂർ കോർപ്പറേഷന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുക, അർഹതപ്പെട്ട എല്ലാ തൊഴിലാളികൾക്കും ലൈസൻസ് അനുവദിക്കുക, വെൻഡിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കുക, അന്യായമായ ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കുക, അമിതമായ ഫണ്ട് പിരിവ് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. അരക്കൻ ബാലൻ, ST ജെയ്സൺ, ഫൈസൽ, അപ്പച്ചൻ, നന്ദനൻ, പോക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാരുദ്രയജ്ഞത്തിന് തുടക്കമായി. വടക്കൻ കേരളത്തിൽ അതിരുദ്ര മഹായജ്ഞം സമ്പൂർണ്ണമായി നടക്കാൻ പോകുന്ന ഏക ക്ഷേത്രം എന്ന ഖ്യാതി ഇനി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സ്വന്തം. കണ്ണൂർ ലഹരിയുടെ പിടിയിൽ. ഇന്ന് പിടിച്ചെടുത്തത് മെത്തഫിറ്റമിനും ഹാഷിഷും. ഒരാൾ അറസ്റ്റിൽ. കാപ്പ ചുമത്തി 3 യുവാക്കളെ നാടുകടത്തി. യുവാക്കൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ. പിണറായി പെരുമ കലാകേന്ദ്രത്തിൽ മാസ്റ്റേഴ്സ് ശില്പശാല സംഘടിപ്പിക്കുന്നു. ഇതോടെ ഉത്തര മലബാറിലെ നൃത്ത വിദ്യാർത്ഥികൾക്ക് കലാമണ്ഡലത്തിന് കീഴിൽ പഠിക്കാനുള്ള അവസരം ലഭ്യമാകും. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധനാ ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധനാ ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹിൽ ആൻഡ് മാലിയ, കുവൈറ്റ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. പിണറായി പെരുമ കലാകേന്ദ്രത്തിൽ നവംബർ അവസാനത്തിൽ മോഹിനിയാട്ടത്തിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന മാസ്റ്റേഴ്സ് ശില്പശാല സംഘടിപ്പിക്കുന്നത് ഭാരവാഹികൾ അറിയിച്ചു. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകും. കേരള കലാമണ്ഡലത്തിൻ്റെ അക്കാദമിക സഹകരണത്തോടെ ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവയിൽ ദ്വിവത്സര സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. 15 വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ് ആദ്യ ബാച്ചിൽ പ്രവേശനം ലഭിക്കുക. നവംബർ അവസാന മാസം
പിണറായിൽ ആരംഭിക്കാൻ പോകുന്നു. മലബാർ മേഖലയിൽ നമുക്ക് അത്തരമൊരു സ്ഥാപനങ്ങളില്ല. കേരള കലാമണ്ഡലത്തിന്റെ അക്കാദമിക സഹകരണത്തോടെ ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവയിൽ ദ്വിവത്സര സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. കലാമണ്ഡലം തയ്യാറാക്കുന്ന സിലബസ് അനുസരിച്ച് പ്രശസ്തരായ അധ്യാപകരാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുക. ഉത്തര മലബാറിലെ നൃത്ത വിദ്യാർത്ഥികൾക്ക് കലാമണ്ഡലത്തിന് കീഴിൽ വിദഗ്ധ പഠനത്തിന് ഇതോടെ അവസരം ലഭിക്കും. 15 വയസ്സു മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ് ആദ്യ ബാച്ചിൽ പ്രവേശനം നൽകുന്നത്. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിശീലന കാലയളവിൽ കേരള കലാമണ്ഡലം സന്ദർശിക്കാനും അവിടെ നൃത്ത പരിശീലനം നടത്തുന്നതിനുമുള്ള സൗകര്യം ഒരുക്കും. പഠിതാക്കൾക്ക് ജോലിയെയും റെഗുലർ ക്ലാസിനെയും ബാധിക്കാത്ത രൂപത്തിലായിരിക്കും കലാകേന്ദ്രത്തിൽ കോഴ്സ് നടത്തുന്നതെന്നും ശ്രദ്ധേയമാണ്. നവംബർ അവസാന വാരം ആരംഭിക്കുന്ന കോഴ്സിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ പിണറായി പെരുമ കലാകേന്ദ്രത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. അപേക്ഷാ ഫോറം കലാകേന്ദ്രത്തിന്റെ വെബ്സൈറ്റിലും ലഭ്യമാണ്. വാർത്താ സമ്മേളനത്തിൽ കക്കോത്ത് രാജൻ, ഒ വി ജനാർദ്ദനൻ, കെ യു ബാലകൃഷ്ണൻ, വി രത്നാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ജില്ലാ എൻഫോഴ്സ്മെന്റ് പരിശോധന ശക്തം. 2 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് കണ്ണൂർ കോർപ്പറേഷൻ ചേലോറ സോൺ പരിധിയിൽ പരിശോധന നടത്തിയത്. മാച്ചേരി തട്ടുപറമ്പിലെ അമ്പാടി എന്റർപ്രൈസസ്, വട്ടപ്പുയിലെ ഡയമണ്ട് ഇന്റർലോക്സ് എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തി. തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷൻ നിർദ്ദേശം നൽകി. മാലിന്യ സംസ്കരണത്തിന് തൃപ്തികരമായ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനാണ് 2 സ്ഥാപനങ്ങൾക്കും 25,000 രൂപ വീതം പിഴ ചുമത്തിയത്. മാച്ചേരി തട്ടുപറമ്പിലെ അമ്പാടി എന്റർപ്രൈസസ്, വട്ടപ്പൊയിലിലെ ഡയമണ്ട് ഇന്റർലോക്സ് എന്നീ സ്ഥാപനങ്ങൾക്കെതിരെയാണ് പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകിയത്. 2 സ്ഥാപനങ്ങളിലും ജൈവ അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്നതിനായി തരംതിരിക്കാതെ കൂട്ടിയിട്ട നിലയിലായിരുന്നു സ്ക്വാഡ് കണ്ടെത്തിയത്. അമ്പാടി എന്റർപ്രൈസസിൽ നിന്നും ഹരിതകർമ്മസേനയ്ക്ക് അജൈവ മാലിന്യങ്ങൾ സംസ്കരണത്തിനായി നൽകിയിരുന്നില്ല. പരിശോധനയ്ക്ക് ടീം ലീഡർ സുധീഷ് ഇ പി, എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയകുമാർ, ടീം അംഗം ഷെരീഖുൽ അൻസാരി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് എഫ് എന്നിവരും നേതൃത്വം നൽകി. ശ്രീകണ്ഠാപുരം സാഹിത്യ തീരത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ചെങ്ങളായി ഗ്രാമോദ്ധാരണ ഗ്രന്ഥാലയം ആൻഡ് വായനശാലയുമായി സഹകരിച്ച് നടത്തിവരുന്ന 5ാമത് സാഹിത്യ സ്മാരക സാഹിത്യ തീരം പുരസ്കാരം 2 പേർക്ക്. വി സുരേഷ് കുമാറിന്റെ കൂ എന്ന വണ്ടിയിൽ, രതീശൻ ചെക്കിക്കുളത്തിന്റെ തുമ്പിക്കാലം എന്നീ ബാലസാഹിത്യ കൃതികളാണ് പുരസ്കാരത്തിന് അർഹമായതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡിസംബർ 17 ഞായറാഴ്ച 3 മണിക്ക് ചെങ്ങളായി നടക്കുന്ന ചടങ്ങിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ പള്ളിയറ ശ്രീധരൻ 10,001 രൂപയും ഷിനോജ് കെ ആചാരി തയ്യാറാക്കുന്ന ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഇരുവർക്കും പങ്കിട്ട് നൽകും. മാസപുസ്തക ചർച്ചാ വേദിയായ സാഹിത്യ തീരത്തിന്റെ സാഹിത്യ അവാർഡ് 2023 ബാലസാഹിത്യ കൃതികൾക്കാണ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. വളരെ ആശാവഹമായ പ്രതികരണമാണ് എഴുത്തുകാരിൽ നിന്ന് ലഭിച്ചത്. ചെങ്ങളായിലെ സാഹിത്യകാരൻ സാഹിദിന്റെ ഓർമ്മയ്ക്കാണ് 10,001 രൂപയും ഷിനോജ് കെ ആചാരി തയ്യാറാക്കുന്ന ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഇരുവർക്കും പങ്കിട്ട് നൽകുന്നത്. 2020 ജനുവരി മുതൽ 2023 മെയ് 25 വരെ മലയാളത്തിലിറങ്ങിയ എഴുത്തുകാരുടെ ആദ്യ ബാലസാഹിത്യ കൃതിക്കാണ് ഇത്തവണ പുരസ്കാരം ഏർപ്പെടുത്തിയത്. കുട്ടികളുടെ സർഗശേഷിയെ പരിഗണിക്കുന്ന എഴുത്തുകളാണ് വി സുരേഷ് കുമാറിന്റേതെന്നും രതീശൻ ചെക്കിക്കുളത്തിന്റേതുമെന്ന് ജൂറി വിലയിരുത്തി. ഡിസംബർ 17 ഞായറാഴ്ച 3 മണിക്ക് ചെങ്ങളായിൽ നടക്കുന്ന സാഹിത്യ തീരം 5ാം വാർഷിക ചടങ്ങിൽ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ പള്ളിയറ ശ്രീധരൻ പുരസ്കാര വിതരണവും നടത്തും. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ വി എസ് അനിൽകുമാർ, മാധവൻ പുറച്ചേരി, സാഹിത്യ തീരം വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ ദിവാകരൻ മാസ്റ്റർ, കൺവീനർ ഷിനോജ് കെ ആചാരി, ബഷീർ പെരുവളത്ത് പറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5,670 രൂപ, പവന് 45,360 രൂപ, വെള്ളി 79 രൂപ. അറിയിപ്പ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാരുദ്രയജ്ഞത്തിന് തുടക്കമായി. വടക്കൻ കേരളത്തിൽ അതിരുദ്ര മഹായജ്ഞം സമ്പൂർണ്ണമായി നടക്കാൻ പോകുന്ന ഏക ക്ഷേത്രം എന്ന ഖ്യാതി ഇനി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സ്വന്തം. കണ്ണൂർ ലഹരിയുടെ പിടിയിൽ. ഇന്ന് പിടിച്ചെടുത്തത് മെത്തഫിറ്റമിനും ഹാഷിഷും. ഒരാൾ അറസ്റ്റിൽ. കാപ്പ ചുമത്തി 3 യുവാക്കളെ നാടുകടത്തി. യുവാക്കൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ. പിണറായി പെരുമ കലാകേന്ദ്രത്തിൽ മാസ്റ്റേഴ്സ് ശില്പശാല സംഘടിപ്പിക്കുന്നു. ഇതോടെ ഉത്തര മലബാറിലെ നൃത്ത വിദ്യാർത്ഥികൾക്ക് കലാമണ്ഡലത്തിന് കീഴിൽ പഠിക്കാനുള്ള അവസരം ലഭ്യമാകും. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.